യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് IT ഒരു കരിയർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഒരു അട്രാക്റ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല. ഒരു 9 ലക്ഷം 10 ലക്ഷം മുതൽ ഒരു 30 ലക്ഷം രൂപ വരെയൊക്കെ ആവറേജ് ഏൺ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ജീവിതത്തിലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും നമ്മളൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും സെയിൽസിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെയിൽസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ എന്താണ് ഹൈ ടിക്കറ്റ് സെയിൽസ് എന്നുള്ളൊരു മേജർ പാർട്ടിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റിസ്ക് മെൻറ്റർ എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടുള്ള ജിഷാദ് സാറാണ്. ജിഷാദ് സാറേ, നമ്മൾ സെയിൽസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ സത്യത്തിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ശരിക്കും റിസ്ക് മെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം ശരിക്കും എന്താണ്? റിസ്ക് മെൻറ്റർ എന്ന് പറയുന്നത് നമ്മളെ കമ്പനി ബേസിക്കലി 2 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഹൈ ടിക്കറ്റ് സെയിൽസിൻ്റെ കോച്ചിങ് ആൻഡ് കൺസൾട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മേഖലയിലുള്ള ഇതിൽ 2 ടൈപ്പ് ജോബ് റോൾസ് ആണ്, അപ്പോയിൻമെൻറ്റ് സെറ്റിംഗ്, ക്ലോസിങ്. അതിൽ അപ്പോയിൻമെൻറ്റ് സെറ്റേഴ്സിനെയും ക്ലോസേഴ്സിനെയും ഇതിനാവശ്യമായിട്ടുള്ള കമ്പനികൾക്ക് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 ഫംഗ്ഷൻസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനുള്ളൊരു മോട്ടിവേഷൻ ശരിക്കും എന്തായിരുന്നു? അതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് വന്നതാണോ? അതോ അതൊരു ഞാൻ ഏകദേശം 2004 തൊട്ട് IT ഇൻഡസ്ട്രിയിലാണുള്ളത്. അതെ, IT ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൽ നിന്നൊരു ട്രാൻസിഷൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. നമ്മൾ യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് IT ഒരു കരിയർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഒരു അട്രാക്റ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല. അതായത് IT സ്പേസ് എന്ന് പറയുന്നത് വളരെയധികം പ്രഷറുള്ള, വളരെയധികം ചാലഞ്ചസ് ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് AI ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ലേ ഓഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു പീക്കിൽ ഒരു സൊല്യൂഷൻ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിലും ഷെല്ലിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ലേ ഓഫ് ഉണ്ടാവുകയും അതിനുശേഷം ഒരു കരിയറിലൊരു സ്റ്റോപ്പ് വന്ന സമയത്ത് ഇനി എങ്ങനെ എനിക്ക് കൂടുതൽ വാല്യൂ ഡെലിവർ ചെയ്യാം എന്നുള്ള ചിന്തിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിൽ ആ ബിസിനസ്സിൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് റിസ്ക് മെൻറ്റർ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ ഒരു നമ്മൾ മാത്രം ബെനിഫിറ്റ് എടുക്കാതെ മൊത്തം സമൂഹത്തിനും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വിഷനിലാണ് റിസ്ക് മെൻറ്റർ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ശരിക്ക് അതായത് ഇപ്പോൾ നോർമലി ഇപ്പോൾ IT മേഖലകൾ പറഞ്ഞു ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ IT മേഖല കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡൗൺ ആണ്. അത് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല. AI ഒരു വരവോട് കൂടിയിട്ട് ആളുകളുടെ ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത് സത്യമാണ്. ഈ സെയിൽസിന് ശരിക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ശരിക്ക് റിയൽ ലൈഫിലുണ്ടോ? സെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനും ഒഴിവാക്കാൻ പറ്റാത്ത ഫംഗ്ഷനാണ്. മാത്രമല്ല, ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നത് സെയിൽസാണ്. ബേസിക്കലി സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ചും സെയിൽസ് ആയിരുന്നു. ഇനീഷ്യലി സെയിൽസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് സെയിൽസിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്ത സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ സെല്ല് ചെയ്യാൻ ഞാൻ തന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10% ഒക്കെ കൺവേർഷൻ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ ഈ ഒരു ചാലഞ്ച് ടാക്കിൾ ചെയ്യാമെന്നുള്ളതിലാണ് സെയിൽസിൻ്റെ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങുന്നത്. അങ്ങനെ ഹൈ ടിക്കറ്റ് സ്പേസിൽ നല്ല ഇതിന് ക്ലോസേഴ്സുമായിട്ട് ഒരു കണക്ട് ഉണ്ടാക്കി അവരുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സെയിൽസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൾ ഗോഡോൺ, ജെർമി മൈനർ, അതുപോലെ റസൽ ബ്രൺസൺ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൽ കോൾഗോഡോണിൻ്റെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷം അൽഹംദുലില്ലാ നമുക്ക് 10% കൺവേർഷൻ റേറ്റ് ഉണ്ടായിരുന്നത് ഒരു 45%ലേക്ക് എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിൽ തന്നെ നമുക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടീം ഞാൻ ക്ലോസ് ചെയ്യുന്നത് എനിക്ക് 50 to 75% കൺവേർഷൻ റേറ്റ് ആണ്. കൺവേർഷൻ റേഷ്യോ ഗ്രോ ആയി, കുറച്ചും കൂടെ കൂടി. അതെ, വളരെയധികം ഇൻക്രീസ് ചെയ്തു. നമുക്ക് 10% ഒരു 10 ആളോട് സംസാരിച്ചാൽ, ഒരാൾ കൺവിൻസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് 10 ആളോട് സംസാരിച്ചാൽ 50 to 75 എന്ന് പറയുമ്പോൾ ഭയങ്കര കൺവേർഷൻ റേറ്റാണ്. മാത്രമല്ല, നമ്മളുടെ ഓഡിയൻസ്, നമ്മളുടെ സ്റ്റാഫിന് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഞാൻ ചെയ്തതുകൊണ്ട് മാത്രം ബിസിനസ് വളരില്ലല്ലോ. നമ്മളെ സ്റ്റാഫിനും ഇതേ കൺവേർഷൻ റേറ്റ് ഹൈ ടിക്കറ്റ് സെയിൽസിൻ്റെ മെത്തഡോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കൺവേർഷൻ റേറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഒരു സെയിൽസ് ഒരു കരിയർ ആക്കി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ, അതല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ആണോ? നമ്മൾ പറഞ്ഞു സെയിൽസ് ഈ ലോകത്ത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ
ഏത് ടൈപ്പ് ആളുകളിലേക്കാണ് കൂടുതൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റുക? ഇപ്പം നമ്മളെ ബിസിനസ് മെയിൻലി 3 ടൈപ്പ് കസ്റ്റമേഴ്സിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ 2 B2C ആണ്, 1 B2B ആണ്. B2C സ്പേസിൽ സാധാരണ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ഇപ്പോൾ ഉദാഹരണത്തിന് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആണ്, ഇവർക്കൊരു വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് ജോബാണ് അതിനുള്ള ഒരു കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഓൾറെഡി എന്നെപ്പോലെ IT-യിലോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോ വർക്ക് ചെയ്ത് ഇനി ഒരു സീലിംഗ് എത്തിയിട്ടുള്ള, പേയ്മെൻറ്റിന് ഒരു സീലിംഗ് എത്തിയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഒന്ന് അപ്സ്കിൽ ചെയ്ത് വേറൊരു മേഖലയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് ഒരു സൈഡ് ഇൻകം ആയിട്ട്, ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് റിമോട്ട് സെയിൽസ്, ഹൈ ടിക്കറ്റ് റിമോട്ട് സെയിൽസ് എങ്ങനെ യൂസ് ചെയ്യാം, അവർക്ക് അതിനുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കേസിൽ വരുന്നത് ബിസിനസ് ഓണേഴ്സാണ്. ബിസിനസ് ഓണേഴ്സിൻ്റെ കേസിൽ ഹൈ ടിക്കറ്റ് ഐറ്റംസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ മേഖല എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ, അതുപോലെ തന്നെ ലക്ഷറി കാർസ് സെല് ചെയ്യുന്ന കമ്പനികൾ, കോച്ചിങ് ആൻഡ് കൺസൾട്ടിങ് സ്പേസ്, സാസ് അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പറയുന്ന ഇൻഡസ്ട്രി, അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള AI ഓട്ടോമേഷൻ ഇൻഡസ്ട്രി, അതിലുള്ള വരുന്ന ഏജൻസികൾ, ഏതൊക്കെ മേഖലകളിൽ 1-to-1 കോൺവെർസേഷൻസ് വരുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ ഈ ഹൈ ടിക്കറ്റ് സെയിൽസിൻ്റെ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ചുരുക്കി പറയുകയാണെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിൽ ഇപ്പോൾ അവർക്ക് നിലവിലെ കൺവേർഷൻ ഒരു 10 to 30% ആണെങ്കിൽ അതൊരു 40 to 50 അല്ലെങ്കിൽ 60% എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ ഓഡിയൻസിനെ നമുക്ക് യൂസ് ചെയ്ത് അവരെ സെറ്റേഴ്സ് ആൻഡ് ക്ലോസേഴ്സ് ആയിട്ട് ബിസിനസ്സിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല കൺവേർഷൻ റേറ്റ് ഉണ്ടാക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള സെയിൽസ് പോലെയല്ല, ഹൈ ടിക്കറ്റ് സെയിൽസിന് വളരെ നല്ല കൺവേർഷൻ കിട്ടുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ട്രഡീഷണൽ സെയിൽസും ഹൈ ടിക്കറ്റ് സെയിൽസും ഇത് രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ ടിക്കറ്റ് സെയിൽസ് ലക്ഷറി കാറ് പോലത്തെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലത്തെ ഈ വാല്യൂ കൂടിയ സാധനങ്ങൾ സെയിൽ ചെയ്യണതിനാണല്ലോ നമ്മൾ ഈ ഹൈ ടിക്കറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ഒരു നോർമൽ സെയിൽസും അതേപോലെ ഹൈ ടിക്കറ്റ് സെയിൽസും തമ്മിൽ ഒരു ഭയങ്കര ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടോ? ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമൽ സെയിൽസ് ചെയ്യുന്ന ആളുകൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഓഡിയൻസിൽ തീരെ സെയിൽസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും പഠിച്ചെടുത്തിട്ടുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ സെയിൽസ് പുഷിംഗ് ആണ്. നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റോ സർവീസോ എങ്ങനെയെങ്കിലും ആൾക്ക് കൊടുക്കുക എന്നുള്ളത്, എങ്ങനെയെങ്കിലും വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നോർമൽ സെയിൽസിലെ ഫോക്കസ്. ഹൈ ടിക്കറ്റ് സെയിൽസിലെ ഫോക്കസ് തന്നെ കസ്റ്റമറിന് ഈ പ്രൊഡക്റ്റോ സർവീസോ യോജിച്ചതാണോ, നീഡ് അനാലിസിസ്, ആ നീഡ് അനാലിസിസ്, ആ റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്ത് ഒരു കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂടുതൽ വിലയുള്ള ഒരു വസ്തു, ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു 1 CR അല്ലെങ്കിൽ 4 CR ഒരു അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കസ്റ്റമർ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ നീഡ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരാൾ വാങ്ങിക്കുന്നത് ഫാമിലിയായിട്ട് താമസിക്കാനായിരിക്കും, ചിലപ്പോൾ ഒരാൾ വാങ്ങിക്കുന്നത് അവരുടെ ഫണ്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, റെൻ്റൽ ഇൻകമോ അല്ലെങ്കിൽ ലോങ് ടേം ബേസിസിലുള്ള ഇൻകമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്താണ് കസ്റ്റമറുടെ നീഡ് എന്ന് അനലൈസ് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ കസ്റ്റമറെ കൺസിഡർ ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ബേസ്ഡ് ആണ്. ഒരു സാധാരണ സെയിൽസ് പേഴ്സൺ അവരുടെ സ്റ്റാറ്റസിൽ ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടാവും, ഒരു മാക്സിമം താഴ്മയോട് കൂടിയിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് പൊളൈറ്റ്നെസ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ആ ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു കസ്റ്റമർക്ക് നല്ലൊരു സർവീസ് ഡെലിവർ ചെയ്യാൻ അവരെ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ശരിക്കും ആക്ച്വലി ഒരു സെയിൽസ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരെ ഒരു നീഡ് അനാലിസിസ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏതാണ്, അതല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ഒരു ആസ് എ കൺസൾട്ടിംഗ് ആണ് വരുന്നത്. കൺസൾട്ടിംഗ് ആണ്. ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ആദ്യം എന്താണ് രോഗം, എന്താണ് സിംറ്റം, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ബേസ്ഡ് ആണ്. സാധാരണ സെയിൽസ് പുഷിംഗ് ആണെങ്കിൽ ഇവിടെ പുള്ളിംഗ് ആണ്. കസ്റ്റമർ നമ്മളോട് ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് ഹൈ ടിക്കറ്റ് സെയിൽസ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ബ്രാൻഡ് വാല്യൂ ഒരിക്കലും എന്താവില്ല, കസ്റ്റമർ കാരണം താഴ്ത്തു പോകില്ല. കാരണം കസ്റ്റമർ മാക്സിമം ഇഷ്ടപ്പെട്ടിട്ട് ഒരു സെയിൽ നടന്നിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കോൾ കോൺവെർസേഷനിൽ വരുമ്പോൾ ഒരു
ഒരു കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞു പോകുന്ന പോലെയാണ് കസ്റ്റമറിന് ഫീൽ ചെയ്യുക. കസ്റ്റമറുടെ യഥാർത്ഥത്തിൽ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ അധിക ബ്രാൻഡുകൾക്കും അവരുടെ റെപ്യൂട്ടേഷൻ സെയിൽസ് ടീം കാരണം താഴോട്ട് പോകാതെ നല്ലൊരു റെപ്യൂട്ടേഷനോടുകൂടി പ്രഷർ ചെലുത്താതെ തന്നെ ഒരു കൺസൾട്ടേറ്റീവ് സെല്ലിങ്ങിലൂടെ നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൺവേർഷൻ റേറ്റും കൂടുതലാണ്. കാരണം കസ്റ്റമർ ഇവിടെ ഈ ആളെ കാണുന്നത് ക്ലോസർ എന്നാണ് പറയുക. ക്ലോസറെ കാണുന്നത് എന്തല്ല ഒരു സെയിൽസ്മാനെ പോലെയല്ല, കാണുന്നത് ഒരു ലീഡറെ പോലെയാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ പോലെയാണ് കാണുന്നത്. അതെ. ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ടെലികോളിംഗ് എന്ന് പറയുന്നത്. അതായത് ഫോൺ കോളിംഗ്. ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു ടെലികോളിംഗ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മീറ്റിങ്ങിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഹൈ ടിക്കറ്റ് സെയിൽസിൻ്റെ ഒരു ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പാർട്ടായിട്ട് ഒരു ടെലികോളിംഗ് എക്സ്പേർട്ട് ആവാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ടാവും. ആക്ച്വലി ടെലികോളിംഗ് എന്നല്ല, ഇപ്പോൾ നമ്മളെ ട്രെയിനിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈ ടിക്കറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നീന്തൽ പഠിക്കുന്ന പോലെയാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ നീന്തൽ പഠിക്കുന്ന പോലെയാണ്. വെള്ളത്തിൽ ഇറങ്ങാതെ നമുക്ക് നീന്തൽ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിന് നമ്മളെ കോച്ചിങ്ങിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏകദേശം 30ഓളം മോക്ക് കോൾസ് ഉണ്ട്. ഇപ്പോൾ 2 മാസം ട്രെയിനിങ് ആണെങ്കിൽ ആ 2 മാസം ട്രെയിനിങ്ങിൽ ഇവർ ആദ്യം ഇതിൻ്റെ സ്ട്രാറ്റജീസ് പഠിക്കും. മൊത്തത്തിലൊരു കോളിൽ എന്താണ് ഉണ്ടാവേണ്ടത്. പിന്നെ ടാക്ടിക്സ് പഠിക്കും, അതിൻ്റെ ഫ്രെയിം വർക്ക് പഠിക്കും, ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്, ടൊണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനോട് കൂടാതെ സ്റ്റുഡൻസുമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ക്ലോസേഴ്സുമായിട്ട് ഇവർക്ക് 1-to-1 സെഷൻസും ഗ്രൂപ്പ് കോച്ചിങ് സെഷൻസും ഉണ്ട്. ഇതിൽ ഇവർ മോക്ക് കോൾസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം സ്റ്റുഡൻറ്റ് 1 എന്തായിരിക്കും, ക്ലോസർ ആയിരിക്കും. സ്റ്റുഡൻറ്റ് 2 എന്ന് പറയുന്നത് അവർ കസ്റ്റമറായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ റോൾ പ്ലേസ് ആണ് യഥാർത്ഥത്തിൽ നീന്തൽ പോലെ ഇവർക്കൊരു പ്രാക്ടീസിന് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഹൈ ടിക്കറ്റ് സ്പേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുന്നത് ഇൻബൗണ്ട് ആയിട്ടാണ്. അതായത് നമ്മൾ ആഡ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്തിട്ടോ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് വരുന്ന ആളുകൾ, താല്പര്യപൂർവ്വം വരുന്ന ആളുകളെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കലണ്ടർ ഷെഡ്യൂൾ ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഇന്നിപ്പോൾ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് സൈറ്റിൽ ചെയ്യാനൊക്കെ സാധിക്കും. അത്തരത്തിൽ താല്പര്യപ്പെട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ സെയിൽസ് തീരെ അറിയാത്ത ഒരാളാണ്, ഇപ്പോൾ ഒരു സെയിൽസ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനും സെയിൽസ് വേണം. സെയിൽസ് ഇല്ലാതെ ഈ ലോകത്ത് ഒന്നും മൂവ് ആകുന്നില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഓണർക്ക് നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു മെൻറ്റർഷിപ്പാണ് കൊടുക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെയിൽസ് വർക്ക് ചെയ്യണമെങ്കിൽ ഓഫർ കറക്റ്റ് ആയിരിക്കണം. അതായത് അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഉദാഹരണത്തിന് ഒരു സാസ് സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കുക. അവർ സാസിൻ്റെ കേസിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഡെലിവർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റിലായിരിക്കും. ഈ പ്രൊഡക്റ്റിനേക്കാൾ ഉപരി കസ്റ്റമറുടെ നീഡിനനുസരിച്ചുള്ള അവർക്ക് വാങ്ങിക്കാൻ വളരെയധികം ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓഫർ ഇങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഓഫർ ബിൽഡിങ്ങിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ കേസിൽ നല്ല ഓഫർ ആണെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അല്ല. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ എമൗണ്ടിന് കൂടുതൽ മൂല്യം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഓഫറിൻ്റെ കേസിൽ, അവരെ പിച്ച് ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ, അതുപോലെ തന്നെ ഇനി അവർക്ക് അവരുടെ സെയിൽസ് ടീമിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രൊവിഷൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് വേണമെങ്കിൽ അവർ ഇൻഹൗസ് ആയിട്ട് അവർക്ക് സെറ്റേഴ്സ് ആൻഡ് ക്ലോസേഴ്സിനെ വേണമെങ്കിൽ, അപ്പോയിൻമെൻറ്റ് സെറ്റേഴ്സിനെയും ക്ലോസേഴ്സിനെയും വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. ഈ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ ഈ സെയിൽസ് എന്ന് പറഞ്ഞ ഒരു കടലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഒരു റോൾ പ്ലേസും ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ കസ്റ്റമറും ഡിഫറെൻ്റ് ആയിരിക്കും. പല കസ്റ്റമർ പല സ്വഭാവമായിരിക്കും. ചില ആളുകൾ സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സെയിൽ ആൻഡ് പർച്ചേസ് എന്നുള്ളൊരു മോഡലിലേക്ക് പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇതിൽ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്നൊരു സംഭവം വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വിധത്തിലുള്ള മെൻറ്റർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ സെയിൽസിൽ അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്ഷന് വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മളെ കേസിൽ ഒബ്ജക്ഷൻ ലെസ് ക്ലോസിംഗ് ആണ്. പിന്നെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു കോളിൽ വരുന്ന സമയത്ത് ഒരു കൗൺസിലിംഗ് സെഷന് പോലെ കസ്റ്റമറിന് ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളൊരാളുടെ ഒരു ലൈഫ് എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബിസിയാണ്, നമ്മൾ ഫോണിലാണ് മിക്കവാറും സമയം, ഫ്രീ ഉള്ള ടൈം ഫുള്ള് ഫോണിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് പണ്ടുള്ള ആളുകളൊക്കെ ചിന്തിച്ചതുപോലെ ഒരു വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ചൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ പോയിന്റ് ഇതാണ്, അതായത് ആ വരുന്ന കസ്റ്റമർക്ക് തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് നല്ലൊരു വ്യക്തത കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറുടെ നിലവിലെ സിറ്റുവേഷനും അവരുടെ ലക്ഷ്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം പ്രൊഡക്റ്റോ സർവീസോ ആപ്റ്റാണോ എന്ന് കസ്റ്റമറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ പ്രൈസ് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അത് കസ്റ്റമറിനല്ല. ഇപ്പം ഞാനൊരു 200-ലധികം കോളുകൾ നമ്മളുടെ ഈ പുതിയ കമ്പനീൻ്റെ പുതിയ ഓഫറിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ 99% ആൾക്കാരും നല്ല രീതിയിൽ സംസാരിച്ച് അവർ ഒബ്ജെക്ഷൻലെസ് ആയ രീതിയിൽ തന്നെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇനി റിമൈനിങ് ഒബ്ജെക്ഷൻസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പല കാറ്റഗറിയിലാണുള്ളത്. അതിന് നമുക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, ആ രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ സെയിൽസ് പോലെ പുഷിംഗ് അല്ല. നമ്മളൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഡെലിവറി ചെയ്യുന്നത്. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണോ എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. കാരണം സെയിൽ ക്ലോസ് ആവുന്നത് നമുക്ക് ക്യാഷ് കിട്ടുന്നതോടുകൂടി അവിടെ കഴിഞ്ഞില്ല റിലേഷൻഷിപ്പ്. നമ്മൾ ഈ കസ്റ്റമറുമായിട്ട് ഒരു ജേണിയിലാണ്. കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ സർവീസോ അവർ ലൈഫ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന റിസൾട്ട് അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ നല്ല ബിലീഫുള്ള പ്രോപ്പറായിട്ടുള്ള കസ്റ്റമറാണെന്ന് ക്വാളിഫൈ ചെയ്ത് അവർ വാങ്ങിക്കുന്നത് മാത്രമല്ല നമുക്കും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മളൊരു ഹൈ ടിക്കറ്റ് സെയിൽസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളൊരു ഫ്ലാറ്റ് സെല് ചെയ്യാൻ പോവുകയാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഒരു ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു മേഖല ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അതെങ്ങനെ ഇവർ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്കൊരു ട്രെയിനിങ്സ് കാര്യങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ കോമ്പറ്റീഷൻ്റെ കേസിൽ അപ്പം അതിനുള്ള കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ ഓഫറിലാണ് ഉള്ളത്. അതായത് 3 ടൈപ്പ് മാർക്കറ്റാണുള്ളത്. ഏത് ബിസിനസ് ആണെങ്കിലും ഈ 3-ൽ ഏതെങ്കിലും ഒന്നിലാണ് ഉണ്ടാവുക. ഒന്ന് റെഡ് ഓഷൻ എന്ന് പറയും, ഒന്ന് ബ്ലൂ ഓഷൻ എന്ന് പറയും, ഒന്ന് പർപ്പിൾ ഓഷൻ എന്ന് പറയും. റെഡ് ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരേ ടൈപ്പ് സെല്ലിങ് നടക്കുന്ന ഒരു മാർക്കറ്റിനാണ്. അതിന് കമ്മോഡിറ്റി സെല്ലിംഗ് എന്നാണ് പറയുക ആ ഒരു മാർക്കറ്റിൽ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സാധനമാണ് വിൽക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പഞ്ചസാര വാങ്ങിക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് വില കൂട്ടാനോ കുറയ്ക്കാനോ സാധാരണഗതിയിൽ ഓപ്ഷനില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയാലും കിട്ടും, നിത്യോപയോഗ സാധനമാണ്, FMCG പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ എന്താ നോക്കുക, അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കുക. അതാണ് റെഡ് ഓഷൻ. അപ്പോൾ ഈ റെഡ് ഓഷനിൽ നമുക്ക് ഒരു ഡിഫറൻസിയേഷൻ വരുത്തുന്നതാണ് ബ്ലൂ ഓഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലൂ ഓഷനിൽ ഇപ്പം അവിടെ കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ ഷുഗറിൻ്റെ കേസിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനുള്ള ഷുഗർ എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റുന്ന സമയത്ത് അത് ബ്ലൂ ഓഷനായി. ഈ ബ്ലൂ ഓഷനിൽ പ്രൊഡക്റ്റ് കൂടുതൽ വാല്യുബിളാണ്, അത് കൊടുക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്ത കസ്റ്റമർ വേറെയാണ്, അതോടൊപ്പം തന്നെ അതിന് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഷുഗർ വെക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ അവിടെ ബ്ലൂ ഓഷനിലെ ഡയബറ്റിക് പേഷ്യൻറ്റിനുള്ള ഷുഗർ എന്നുള്ള രീതിയിലാണ് സെല് ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനുള്ള ഷുഗർ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി, അതിലും കോമ്പറ്റീഷൻ വന്നു. അവിടെയാണ് പർപ്പിൾ ഓഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഈ പർപ്പിൾ ഓഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്, കസ്റ്റമർ അടുത്തുള്ള ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി ആ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു സ്പേസ് നിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാൻ നമ്മളുടെ ഓഫറിൻ്റെ പൊസിഷനിങ്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ഇറലവൻ്റ് ആവും. പിന്നെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ എന്താവും, അത് വീണ്ടും ഈ പർപ്പിൾ ഓഷനിലുള്ളതാണെങ്കിലും ബ്ലൂ ഓഷനിലാണെങ്കിലും അത് ഇവഞ്ച്വലി റെഡ് ഓഷൻ ആവും. പക്ഷെ അവിടേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ടാർഗറ്റ് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് മത്സരിക്കുക എന്നുള്ളതല്ല. നമുക്കൊരു മന്ത്ലി ഇത്ര വോളിയം ബിസിനസ് വേണം, ആനുവലി ഇത്ര ചെയ്യണം, ഇത്ര കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യണം, അവർക്ക് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യണം, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെലിവറി സർവീസ് ഡെലിവറി കറക്റ്റായിരിക്കണം. ആ ഒരു പെർസ്പെക്റ്റീവിൽ പോവുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ പ്രശ്നമായിരിക്കില്ല, നമുക്ക് ഓവർകം ചെയ്യാൻ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ സാധിക്കും. ശരിക്കും ഈ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഓഫർ ഒരു ക്ലോസിങ്ങിന് ഒരു പാട്ടാണോ ശരിക്കും? ഓഫർ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഉള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനാണ് ഓഫറായിട്ട് കാണുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു സാധനം സെല്ല് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ അത് വാങ്ങിക്കുന്നത് കസ്റ്റമർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ബാർബർ ഷോപ്പിൽ പോയെന്ന് വിചാരിക്കാം. ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മുടി വെട്ടാനാണ് പോയതെങ്കിൽ അവിടെ ബാർബർ പറയുകയാണ് എന്ത്, അല്ല സാർ നല്ല ടാൻ അടിച്ചിട്ടുണ്ടല്ലോ, ഇതൊന്ന് റിമൂവ് ചെയ്യാൻ നമുക്ക് ഒരു ഫേഷ്യലിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. അവരെന്ത് ചെയ്യും? അവരത് അഡോപ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഒരു സെയിൽ അവിടെ നടക്കുകയാണ്. അത് ഈ സെയിൽ നടക്കുന്നത് കസ്റ്റമറുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ്. അപ്പോൾ അതേപോലെ ഏത് പ്രൊഡക്റ്റോ സർവീസോ ആവട്ടെ നമ്മൾ സെല് ചെയ്യുന്നത്, നമുക്ക് ഒന്ന് ലൈഫ് ടൈം വാല്യൂ എന്ന് പറയും, LTV എന്ന് പറയുന്നുണ്ട്. ലൈഫ് ടൈം കസ്റ്റമറുടെ സർവീസ്, നമുക്ക് കസ്റ്റമർക്ക് സർവീസ് ഡെലിവർ ചെയ്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇത്രയാണെങ്കിൽ വാല്യൂ ഇത്ര ആയിരിക്കണം. ആ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മളൊരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ മൂല്യം നമുക്ക് കുറഞ്ഞ പ്രൈസിൽ ബാക്കിയുള്ളവരെക്കാട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വിന്നായിരിക്കും. പണ്ടൊക്കെ സെയിൽസ് കരിയർ എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ ഒരു വരാൻ മടിച്ചിരുന്നൊരു മേഖലയാണ് ശരിക്കും ഈ സെയിൽസ് ഇൻഡസ്ട്രി. പക്ഷേ കമ്പാരിറ്റീവ്ലി അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും സെയിൽസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം ഇതില്ലാണ്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു തോന്നൽ മൊത്തത്തിൽ എല്ലാ ബിസിനസ്സുകാർക്കും അല്ലെങ്കിൽ ഒരു ജോബിനൊക്കെ പുതിയതായിട്ട് കയറുന്ന ആളുകൾക്കും തോന്നുന്നൊരു കാര്യമാണ്. ശരിക്ക് ഈ സെയിൽസ് മേഖലയിലേക്ക് ഈസി ആയിട്ട് കടന്നു വന്ന് ഒരു നല്ലൊരു മേഖല പടുത്തുയർത്താൻ പറ്റുന്ന ആളുകൾ ശരിക്കും ആരൊക്കെയാണ്? അതായത് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾ, IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, സെയിൽസ് പീപ്പിൾ തന്നെ ആവണമെന്നില്ല, സെയിൽസ് പ്രൊഫഷണൽസ് ആണെങ്കിലും ഇവർക്കൊക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റുഡൻ്റാണ്, അവർ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലാണ്, കാര്യമായിട്ട് ജോലിയൊന്നും ആയിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയി ജോലിയൊന്നും പ്ലേസ് ആവാതെ നിൽക്കുന്നുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഫാമിലീനെ ഹസ്ബൻഡിനൊന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഹൈ ടിക്കറ്റ് റിമോട്ട് സെയിൽസ് എന്ന് പറയുന്ന മേഖല സൂട്ടബിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട നിർബന്ധമില്ല. നമുക്ക് നമ്മൾ കോൾ എടുക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴിയോ അല്ലെങ്കിൽ സൂം വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഒക്കെ നമുക്ക് കോൾ എടുത്തിട്ട് സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ലൊക്കേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജോബ് റോളാണ്. അപ്പോൾ ഇതിൽ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും നല്ല റോൾ എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് സെറ്റിംഗ് ആണ്. അപ്പോയിൻമെൻറ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പരസ്യം ചെയ്തിട്ട് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലൊക്കെ ഉള്ള കമ്പനികൾ ഒരു മാസം 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ആഡ് സ്പെൻഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. മെറ്റ ആഡ്സിൽ അത്രയും പൈസ മുടക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത്. പക്ഷേ ഈ വരുന്ന ലീഡ്സ് മെജോറിറ്റിയും അതിനെ ക്വാളിഫൈ ചെയ്ത് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കസ്റ്റമർക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. ടീം അതിന് റിസൾട്ട് ഉണ്ടാക്കാനാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ലീഡ്സും അൺക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇവരെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വേണം. അവിടെയാണ് ഫസ്റ്റ് ജോബ് റോളായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് സെറ്റിംഗ് എന്ന് പറയുന്ന റോളുള്ളത്. ഒരു അപ്പോയിൻമെൻറ്റ് സെറ്റർ ഇന്ന് US ഏൺ ചെയ്യുന്നത് ഒരു $2,000 മുതൽ $10,000 വരെയാണ്. അതായത് നമ്മളെ കറൻസിയിൽ പറയുകയാണെങ്കിൽ ഒരു 1.8 lakhs മുതൽ ഒരു 9 lakhs 10 lakhs അടുത്ത് വരെ അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യുന്ന ആൾ മാത്രം ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് സെറ്റ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും കറൻസി വ്യത്യാസമുള്ളതുകൊണ്ട് ഇൻകം കുറവാണ്. പക്ഷെ എന്നാലും ബിസിനസ് സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള റോളാണ്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് സെറ്റർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ലീഡ്സിനെ ക്വാളിഫൈ ചെയ്ത് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൾക്കാരെ ഡീല് സംസാരിക്കാൻ വേണ്ടി ക്ലോസർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ക്ലോസറാണ് എന്ത് ചെയ്യുന്നത്, കൺസൾട്ടേറ്റീവ് സെല്ലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കസ്റ്റമറെ മനസ്സിലാക്കി, കസ്റ്റമറുടെ പ്രോബ്ലം മനസ്സിലാക്കി, സിറ്റുവേഷൻ മനസ്സിലാക്കി അവർക്ക് ഏത് പ്രോഡക്റ്റോ സർവീസോ ആണോ ഏറ്റവും അനുയോജ്യമായത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലോസറാണ്. ക്ലോസർ എന്ന് US ഏൺ ചെയ്യുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ അവർക്ക് 10 to 30% കമ്മീഷൻസ് ഉണ്ട്. അതൊരു ആവറേജ് US $10,000 മുതൽ $30,000 വരെ അവർക്ക് ഏണിംഗ് ഉണ്ട്. അതായത് ഒരു 9 ലക്ഷം 10 ലക്ഷം മുതൽ ഒരു 30 ലക്ഷം രൂപ വരെയൊക്കെ ആവറേജ് ഏൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ലിങ്ക്ഡിനിൽ പോയിട്ട് നമ്മൾ ക്ലോസർ USA അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് സെറ്റർ USA എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ നമ്മൾ കാലിക്കറ്റിലൊക്കെ ഒരു ക്ലോസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലോസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ ബിസിനസ്സിന്
അവർക്ക് ഉള്ള കൺവേർഷൻ കൂട്ടി കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരു 1 lakh മുതൽ 10 lakh വരെ ആഡ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു മാസം ഒരു 2-3 സെയിലൊക്കെയാണ് ആവറേജ് കിട്ടുന്നത്. പക്ഷെ ആ ഒരു പ്രശ്നം പരിഹരിച്ച് ഒരു പ്രോപ്പർ അപ്പോയിൻമെൻറ്റ് സെറ്റർ ക്ലോസർ അവർക്കുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു കൺവേർഷൻ റേറ്റിനേക്കാളും ഒരു 3x 4x അല്ലെങ്കിൽ 5x വരെയൊക്കെ നമുക്ക് കൺവേർഷൻ ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്രോപ്പർ ഫ്രെയിം വർക്കുള്ള ഒരു സിസ്റ്റമാണ് അങ്ങനെയൊരു കമ്പനി ആണെങ്കിൽ അവിടെ അപ്പോയിൻമെൻറ്റ് സെറ്ററായിട്ടോ ക്ലോസറായിട്ടോ വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ഇതിൻ്റെ ഒരു സാധ്യത ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സാസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 30,000 to 60,000 സാലറി പ്ലസ് കമ്മീഷൻസ് ആണ്. കമ്മീഷൻസ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ 1 lakh to 3 lakhs ഒക്കെ ഈ നമുക്ക് കമ്മീഷൻ ജോബിന് ഇൻസെന്റീവ്സ് ആണ് കൂടുതൽ സാലറിന് അങ്ങനെ ഒരു ഡിപെൻഡ് അതായത് സാലറി എന്ന് പറയുന്നത് അവരുടെ ചെലവുകൾ നടന്നു പോകാനുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള സാധനം. മെയിൻ ഇൻകം വരുന്നത് കമ്മീഷൻസ് എന്നാണ്. കമ്മീഷൻസ് എന്ന് പറയുന്നത് അത് കൊടുക്കാൻ ബിസിനസ് ഓണർക്കും കുഴപ്പമില്ല. കാരണം എന്താണ്, ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്, ഫണ്ട് വരുന്നത് ഇയാളുടെ അറ്റംപ്റ്റിലൂടെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു എഫേർട്ടിലൂടെയാണെന്ന് കാണുമ്പോൾ ബിസിനസ് ഓണർ ഹാപ്പി ആയിട്ട് കൊടുക്കും. തീർച്ചയായിട്ടും അത് കൊടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം മറ്റ് റോൾസ് അങ്ങനെയല്ല. ബാക്കിയുള്ള റോൾസൊക്കെ ഇതിനൊക്കെ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന റോൾസാണ് ബാക്കി ഫങ്ഷൻസ് മുഴുവനും. പിന്നെ നമ്മളുടെ ഒരു ട്രെയിനിങ് കോച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൽ ഇവർക്ക് ലീഡ് ജനറേഷൻ കൂടി എങ്ങനെ ചെയ്യാന്നുള്ളത്, മെറ്റാ ആഡ്സ് വഴിയൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു അപ്പോയിൻമെൻറ്റ് സെറ്ററോ ഒരു ക്ലോസറോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2 ജോലി ചെയ്യാൻ പറ്റും. ഒന്ന് അവർ ഈ ക്ലോസിങ്ങിൻ്റെ ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ കേസിൽ അവർക്ക് ലീഡ് ജനറേഷനിലും കഴിവുള്ള ആളുകളാണ്. അപ്പോൾ ഈ 2 മേഖലകളിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം 2020 ആക്ച്വലി നമ്മൾ കേരളത്തിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പോപ്പുലറായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ബൂം ഇന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഈ ഫീൽഡിലുണ്ട്. പക്ഷെ എന്നാലും മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതിയൊരു മേഖല ഹൈ ടിക്കറ്റ് സെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ മേഖല ഇപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ഇതിൻ്റെ ശരിക്കുള്ള ഒരു ട്രെയിനിങ്, ഒരു പ്രോപ്പർ ട്രെയിനിങ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇനി ഉള്ളത് തന്നെ ഇപ്പോൾ നോർത്തിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു ട്രെയിനിങ്ങിന് 2 lakhs ഒക്കെയാണ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ, റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നല്ലൊരു ട്രെയിനിങ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. സാധാരണ റെമ്യൂണറേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് വർക്ക് ഫ്രോം ഹോം ആയിക്കൊണ്ട് ലൊക്കേഷൻ ഫ്രീഡം ഉള്ള രീതിയിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോയിട്ട് ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഒരു നല്ലൊരു കരിയർ, ഫ്രീഡത്തോടു കൂടി ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു മേഖലയിൽ സാധിക്കും. ഓക്കെ, അതേപോലെ ഇന്നിപ്പോൾ ലോകത്ത് AI ശരിക്ക് നല്ലതാണ്, പക്ഷെ കുറേ ആളുകളുടെ വില്ലനായിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ഒക്കെ AI കൂടുതൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറക്കുകയാണ്. അപ്പോൾ ഈ AI സംഭവം ഒരു സെയിൽസിലേക്ക് അപ്ലൈ ആവുകയാണെങ്കിൽ ഒരു സെയിൽസ് ജോബിൻ്റെ ഒരു കാലം എങ്ങനെയായിരിക്കും ഉണ്ടാവും? അപ്ലൈ ആവുകയാണെന്നല്ല, ഇപ്പോഴത്തെ കേസിൽ അപ്ലൈ ആയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ക്ലോസിങ്ങിൻ്റെ ലെവലല്ല, അപ്പോയിൻമെൻറ്റ് സെറ്റിങ്ങിൻ്റെ കേസിൽ, അതായത് ഇപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു ലീഡ് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ലീഡ് ഒരു സൈറ്റിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വന്ന മൊമെൻറ്റിൽ, വാട്സപ്പിൽ മെസ്സേജ് വന്ന മൊമെൻറ്റിൽ തിരിച്ചു വിളിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത കമ്പനികൾ തന്നെ എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് സുഖമാണ് കണ്ടുപിടിക്കാൻ. നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മളൊരു ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ കോൾ വരും. ഫസ്റ്റ് കോൾ വരുന്നത് AI ആയിരിക്കും. AI ജസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ കമ്പനിയിൽ നിന്ന് സെയിൽസ് സ്റ്റാഫ് വിളിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ AI വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോഴുള്ള AI അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല, പക്ഷെ അഡ്വാൻസ്ഡ് ആവും. പക്ഷെ ഏതൊരു മേഖലയിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ, വാല്യൂ ആ കമ്പനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ വിജയമുള്ളത്. അപ്പോൾ ഇതിൽ AI ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. അത് വരും, അത് തന്നെ വേണം. അതിൻ്റെ കൂടെ നമ്മളെന്താ ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെ ആ ബിസിനസ്സിന് കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ വാല്യുബിൾ ആണെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു AI ചാലഞ്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് IT ഇൻഡസ്ട്രിയാണ്. IT ഇൻഡസ്ട്രിയിൽ മൈക്രോസോഫ്റ്റ് മാത്രം 2025 15,000 പേരെയാണ് ഒറ്റയടിക്ക് ലേ ഓഫ് ചെയ്തത്. അതിപ്പം മറ്റ് കമ്പനികളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തൊക്കെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അപ്പാർട്ട്മെൻറ്റ്സ്
അതേപോലെ ഈ ഓഫീസ് സ്പേസസ് ഒക്കെ റെന്റിന് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ. അതിന് അവൈലബിലിറ്റി കൂടി ഇപ്പോൾ. പഴയ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇതൊരു AI-ന്റെ ഒരു കടന്നുവരവാണ് ഇതിങ്ങനെ ബാധിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് മെൻറ്ററിൽ ഞാനൊരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 2 months കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ AI വന്നാലും എനിക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും, അതല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് കരിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും? തീർച്ചയായിട്ടും. നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലാണ് വരുന്നത്. 2 ടൈപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഓൺലൈൻ ഇൻകം ചാലഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാം ഒരു ഗ്യാരണ്ടീഡ് പ്രോഗ്രാമാണ്. ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 90 days എഫേർട്ട് ഇടുകയാണെങ്കിൽ അവർക്ക് നമ്മൾ 100% അല്ലെങ്കിൽ സെയിൽസ് എന്തായാലും ഒരു സെയിൽ കൺവേർട്ട് ആവുന്നുള്ള ഒരു അവരെ എഫേർട്ട് നമ്മളെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കിട്ടും നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഫണ്ട് റീഫണ്ട് ചെയ്യും, അവർ ഫീസ് എമൗണ്ട് റീഫണ്ട് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. രണ്ടാമത്തെ കേസ്, ഇതിൽ ഈ ഒരു ഓൺലൈൻ ഇൻകം ചാലഞ്ചിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പഠിപ്പിക്കുന്നു, മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നു. കൂടാതെ ആമസോണും ഫ്ലിപ്കാർട്ടും ചെയ്യുന്ന പോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡും അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഈ കോച്ചിങ് പ്രോഗ്രാമും മറ്റുള്ള കോഴ്സുകളൊക്കെ സെല്ല് ചെയ്യാനോ അതിനൊരു കമ്മീഷൻ നേടാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമതായിട്ട് ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ECA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഇലൈറ്റ് ക്ലോസർ അക്കാഡമി എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സിനെയും അതുപോലെ തന്നെ ഈ മേഖലയിൽ ജോലി താല്പര്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യത്യസ്ത ഇൻഡസ്ട്രികളിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ആ പ്രോഗ്രാമും ഇതേപോലെ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ നല്ല കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നമ്മളെ കമ്പനിയിലേക്ക് നമ്മൾ എൻറോൾ ചെയ്തിട്ട് അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് കമ്പനികളിൽ നമ്മൾ ബിസിനസ്സുമായിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ്സ് നമുക്ക് ഈസിലി ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏതൊരു പ്ലേസ്മെൻറ്റ് ഏതൊരു കമ്പനി പറയുകയാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ആ വരുന്ന സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം, പരമാവധി എഫേർട്ട് ഇടണം. അവർ പരമാവധി എഫേർട്ട് ഇട്ട് ഇത് പഠിച്ച് അവർക്കൊരു താല്പര്യം വേണം. ആ താല്പര്യത്തിനേക്കാൾ ഉപരി അവർ നല്ലൊരു എഫേർട്ട് ഇടണം. അതായത് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതും ഇന്റർവ്യൂവിന് പൊസിഷൻ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്യും. ഇന്റർവ്യൂ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവരുടെ എഫേർട്ട് കൂടി അതിൽ ഇൻവോൾവ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ജോലിൻ്റെ കേസിലാണ്. മറ്റത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുന്ന കേസിൽ നമുക്ക് എന്തുണ്ട്, നമുക്കൊരു ഗ്യാരണ്ടി നമ്മൾ തന്നെ സിസ്റ്റം യൂസ് ചെയ്ത് സെല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു കമ്പനി ഒരു സ്റ്റാർട്ടപ്പാണ്, അതല്ലെങ്കിൽ ഒരു കുറച്ച് കാലമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ലക്ഷങ്ങൾ മെറ്റാ ആഡിനും ഗൂഗിൾ ആഡിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺവേർഷൻ റേഷ്യോ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ ഇത് ആ കമ്പനീൻ്റെ ഓണർ ഐഡൻറ്റിഫൈ ചെയ്തു. സെയിൽസ് സ്റ്റാഫിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അവർ നിങ്ങളെ കമ്പനീനെ സമീപിച്ചിട്ട് പറയാണ്, ഞങ്ങൾക്കൊരു സെയിൽസ് റിലേറ്റഡ് ഒരു ക്രാഷ് കോഴ്സ് ഒരു 10 days or 20 days ഉള്ളിൽ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും? അത് 2 രീതിയിലാണ് വരുന്നത്. അതായത് പലപ്പോഴും അവർ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ ആകണം എന്നില്ല പ്രോബ്ലം. കാരണം എത്ര നല്ല സെയിൽസ് ടീം ഉണ്ടെങ്കിലും ആ കമ്പനീൻ്റെ ഓഫറിങ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഓഫർ, അവരുടെ പൊസിഷനിങ്, ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന USP യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, ഇതൊക്കെ കറക്റ്റായി വന്നാൽ മാത്രമേ സെയിൽസ് സ്റ്റാഫിന് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 രീതിയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു കൺസൾട്ടിങ് ഓപ്ഷനാണ്. അവരുടെ ബിസിനസ് പഠിച്ചിട്ട് നമുക്കൊരു റിക്വയർമെൻറ്റ് ചെയ്യാം, കുറച്ച് പ്രീമിയം ആയിട്ട് ചെയ്യുന്നതാണ്. അവരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കൂടാതെ അവർക്കൊരു കോർപ്പറേറ്റ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ട്രെയിനിങ് ഇൻ ഹൗസ് ആയിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. രണ്ടാമത്തെ കേസിൽ ഇതാണ്, ഒന്ന് കൺസൾട്ടിങ് പ്ലസ് കോർപ്പറേറ്റ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിസിനസ്സും ഓരോ ഇൻഡസ്ട്രിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് കസ്റ്റമായിട്ടാണ് നമ്മൾ ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ സെയിൽസിനെ കുറിച്ച് ഇത്ര സംസാരിച്ചു. ഹൈ ടിക്കറ്റ് സെയിൽസ് എന്താണ്, അതല്ലെങ്കിൽ അവരെന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് നിങ്ങളുടെ ഒരു വിഷൻ ശരിക്കും എന്താണ്? ഒരു ആഫ്റ്റർ 2 years ഒക്കെ കഴിഞ്ഞ് അതിൽ 3 years ഒക്കെ ആകുമ്പോൾ കമ്പനീൻ്റെ ഒരു വിഷനും ആ ഒരു പ്ലാനൊക്കെ ശരിക്കും ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്? എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വലിയൊരു പണക്കാരനാണോ എന്നുള്ളൊരു ലക്ഷ്യത്തിലല്ല. ഒന്നാമതായിട്ട് എനിക്കൊരു ലൊക്കേഷൻ ഫ്രീ ആയിട്ട് എൻ്റെ പേഴ്സണൽ വിഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഫ്രീ ആയിട്ട് മദീന പോലുള്ള ഒരു സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്ത് ഫാമിലിയായിട്ട് താമസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. അത് എനിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന എല്ലാ ആളുകൾക്കും ലൊക്കേഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ കേസ്, ഈ ബിസിനസ്സിലൂടെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 സ്റ്റുഡൻസിനെങ്കിലും ട്രെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ട്രെയിൻ ചെയ്യുന്ന ആളുകളെ
നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റണം. ഈ പ്ലേസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ജോലിയിലല്ലാതെ നല്ല ഹൈ ഇൻകം ഉള്ള റോൾസിൽ പ്ലേസ് ചെയ്യണം. ഇപ്പോൾ US ഈ ഇൻഡസ്ട്രി വളരെയധികം വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് $10,000 to $30,000 ഒക്കെ ഒരു ക്ലോസർ ഏൺ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഇൻഹൗസ് ആയിട്ട് റിസ്ക് മെൻറ്ററിൻ്റെ തന്നെ മറ്റ് സെക്ടേഴ്സ്, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള AI പോലുള്ള സെക്ടേഴ്സിൽ ഒരു സാസ് കമ്പനിയായിട്ട് സാസ് പ്രോഡക്ട്സ് ഒക്കെ നമ്മളുടേതായിട്ട് ഇൻഹൗസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഒബ്വിയസ്ലി നമുക്ക് സെറ്റേഴ്സ് ആൻഡ് ക്ലോസസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് നല്ല ഫങ്ഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഇൻഹൗസ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലോങ് ടേം വിഷനായിട്ടുള്ളത്. അതിൽ പുതിയ പുതിയ ഇൻഡസ്ട്രികളെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോ അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസ്ക് മെൻറ്ററിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിനുവേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും